വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആനയിടഞ്ഞത് പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്ന നിഗമനം. കൊയിലാണ്ടിയിൽ നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും അതിൽ ചില ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം അടക്കം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, തീർച്ചയായും വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ ഒഴിഞ്ഞു പോയത് എന്ന് വേണമെങ്കിൽ പറയാം. 3 ആളുകളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൂടാതെ 12 ആളുകൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സാരമായി പരിക്കേറ്റ ആളുകളെ വീട്ടിലേക്ക് തിരിച്ച് അയച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് മൈത്ര ആശുപത്രിയിലും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഇന്നലെ തന്നെ ഈ പാപ്പാന്മാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇന്നലെ ഒഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ ഉത്സവത്തിനിടെ പീതാംബരൻ എന്ന ആന മറ്റ് ഗോകുൽ എന്ന ആനയെ കുത്തുന്നതിനിടെയാണ് വലിയൊരു അപകടം തന്നെ ഉണ്ടായത്. ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ആളുകൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും വലിയ ആശ്വാസകരമായ ഒരു തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ആനപ്പുറത്ത് ഉണ്ടായിരുന്നത് നിലവിൽ 3 ആള്. പീതാംബരന്റെ പുറത്തുണ്ടായിരുന്ന 3 ആളുകളായിരുന്നു. കൂടാതെ ഗോകുൽ എന്ന ആനയുടെ പുറത്തുണ്ടായിരുന്നു മറ്റ് 3 ആളുകളും തന്നെയായിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആരും തന്നെ ആളുകൾ ആരും തന്നെ ഈ ഒരു വലിയൊരു സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും ആ ഞെട്ടലിൽ നിന്നും തന്നെ ആരും കര കയറിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ. ഈ അവസാന ദിവസത്തിൽ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കൊയിലാണ്ടി ഭാഗത്തെല്ലാം തന്നെ ഉത്സവത്തിന് അധികവും ആന എഴുന്നള്ളിപ്പാണ് ഒരു പ്രത്യേക പരിപാടിയായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ കാണുന്നതിനായി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായവരും, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു ഉത്സവം കാണുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആനകളെ എഴുന്നള്ളിക്കുന്ന ഭാഗത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ ആനയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന കുറച്ചാളുകൾ, അതായത് വരവായിരുന്നു ഈ മറ്റൊരു അമ്പലത്തിൽ നിന്നും ഈ കൊയിലാണ്ടിയിലെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക്, മണക്കുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള വരവിനിടെയായിരുന്നു ഈ ഒരു കഥിന, അതായത് ഈ വരവിലുണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു വെടി പൊട്ടിക്കുന്നത്. ഈ ഒരു വെടിപൊട്ടിക്കുന്ന ശബ്ദം കേട്ടാണ് ആ പീതാംബരൻ എന്നൊരു ആന ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ഇടയുന്നതിനിടെയാണ് ഗോകുൽ എന്ന ആനയെ കുത്തി. ആ ഒരു വേദനയിൽ തന്നെയാണ് ഈ 2 ആനകളും ഇടഞ്ഞ് മറ്റാളുകളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റാളുകളെ അടക്കം, അല്ലെങ്കിൽ ഓഫീസും മറ്റ് കെട്ടിടങ്ങളടക്കം തകർക്കുന്ന തരത്തിലേക്ക് പോയത്. ഈ ആനകളുടെ തൊട്ട് മുന്നിലാണ് വലിയ കെട്ടിടങ്ങളുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ, അതായത് ഈ അമ്പലത്തിൻ്റെ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിൽ എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന് മുൻപിലായിട്ട് നിരവധി ആളുകൾ ഈ വരവ് കാണുന്നതിനായി ഇരിപ്പിടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഇരിപ്പിടത്തിലേക്കാണ് ആനകൾ കയറി ചെന്നതും അതുപോലെ തന്നെ ഈ കെട്ടിടം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആനയുടെ മുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് താഴേക്ക് ചാടാനുള്ളൊരു പേടി കാരണം ഈ ആനപ്പുറത്ത് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആനപ്പുറത്തിരുന്ന ആളുകളുടെ തലയിലേക്കും ഓട് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഓട് വീഴുന്നതിനിടെ തലയ്ക്കും പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഭയം കൊണ്ട് തന്നെ ആളുകൾ ആനപ്പുറത്ത് നിന്നും ചാടി രക്ഷപ്പെടാൻ തന്നെയാണ് ശ്രമിച്ചത്. കൂടാതെ ഈ ആന വിരണ്ട ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകളും പല ദിക്കിലേക്കുമായിട്ട് ഓടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്കും കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ ആന, നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആന തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ തുമ്പിക്കൈ ഉയർത്തുന്നത് കണ്ടിരുന്നു. ആ സ്ത്രീയും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മേലേക്കാണ് ഈ ഒരു
മേൽക്കൂര പതിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം തന്നെ മരിക്കാൻ ഇടയായിരിക്കുന്നത്. 3 ആളുകളാണ്, അമ്മുക്കുട്ടി, ലീലാമ്മ, രാജൻ എന്നീ 3 ആളുകളാണ് ഇന്നലെ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മറ്റാളുകളെല്ലാം തന്നെ കൊയിലാണ്ടി, അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടങ്ങിയ ആശുപത്രികളിലേക്കെല്ലാം തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളുടെ നില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരമായി തുടരുന്നില്ല എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ വനംവകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കാനത്തിൽ ജമീല ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഈ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഇത് കൃത്യമായി സംബന്ധിച്ചൊരു നിർദ്ദേശം മൂലമാണോ ഈ ഒരു പരിപാടി നടന്നത് എന്നുള്ളതിൽ കൃത്യമായൊരു വിവരം ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ കഥന പൊട്ടിച്ചതാണോ അല്ലെങ്കിൽ വെടി പൊട്ടിച്ചതാണോ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അപകടത്തിന് ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് അടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് പിന്നാലെ ആയിരിക്കും കൂടുതൽ നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുക. വൃന്ദ. അഭിന, ഈ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം അടക്കം ലംഘിക്കപ്പെട്ടോ എന്നതടക്കം പരിശോധിക്കില്ലേ? ഒപ്പം തന്നെ ഈ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് എപ്പോഴാണ് നടക്കുക? വൃന്ദ, നിലവിൽ ഈ ഒരു നാട്ടാന പരിപാലന ലംഘനം ഉണ്ടായോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ ഇന്നലെ തന്നെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു നിർദ്ദേശത്തിന് പുറമേ ആയിരിക്കും ഇനി കൂടുതൽ ഇതിനെതിരെയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വയനാട്, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ കാട്ടാനാക്രമണം, വന്യജീവി ആക്രമണങ്ങൾ തന്നെ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ കൊയിലാണ്ടിയിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് അല്ലെങ്കിൽ കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കേട്ടുകേൾവി മാത്രമുള്ളൊരു കാര്യം തന്നെയാണ്. നേരിൽ കണ്ടതിൻ്റെ ഒരു നടുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതാണ്. ഈ ഒരു കഥന പൊട്ടുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ശബ്ദമായിരുന്നു. ഒരു ഉഗ്രസ്ഫോടനം നടക്കുന്ന രീതിയിലൊരു വലിയ ശബ്ദമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതും ഈ വെടി പൊട്ടിക്കുന്നത് 1-2 സെക്കൻഡിലായിരുന്നില്ല. 10 മിനിറ്റോളം നിർത്താതെ 10-15 മിനിറ്റോളമാണ് ഈ കഥന പൊട്ടിയിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം ഈ ഒരു വെടിപൊട്ടലിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പീതാംബരൻ എന്നൊരു ആന ഇടയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്നാണ് ഈ ഒരു ആനയ്ക്കുണ്ടായ ഒരു ആഘാതം. അതൊരു പക്ഷേ ഈ പീതാംബരൻ എന്ന ആനയുടെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഗോകുൽ എന്ന ആനയെ കുത്തുന്നതിനും ആ ഒരു കുത്തിയ വേദനയിൽ ഈ ഗോകുൽ എന്ന ആന ഇടയാനും ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഇത് തന്നെയാണോ, ഈ ഒരു കഥന പൊട്ടിയത് തന്നെയാണോ ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകാൻ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ ഈ മരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മരിച്ച ഈ ഒരു പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ അപകടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ഇന്ന് 9 വാർഡുകളിലാണ് പ്രധാനമായും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മണി മുതലാണ് ഈ ഒരു ഹർത്താൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 6 വരെയാണ് ഈ ഹർത്താൽ അവസാനിക്കുക. നിലവിൽ 17-18 വാർഡുകളിലും കൂടാതെ 25 മുതൽ 31 വരെയുള്ള വാർഡുകളിലുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് 8 മണിയോട് കൂടി ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുക. വൃന്ദ. ശരി അഭിന.